കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടുകൂടെ. വിശുദ്ധ മാർക്കോസ് അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 8, 27 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശുവും ശിഷ്യന്മാരും കേസറിയ ഫിലിപ്പിയിലെ ഗ്രാമങ്ങളിലേക്ക് പുറപ്പെട്ടു. വഴിമധ്യേ അവൻ ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ ആരെന്നാണ് ആളുകൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ സ്നാപക യോഹന്നാൻ എന്നും, മറ്റു ചിലർ ഏലിയ എന്നും, വേറെ ചിലർ പ്രവാചകന്മാരിൽ ഒരുവൻ എന്നും പറയുന്നു. അവൻ ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? പത്രോസ് മറുപടി പറഞ്ഞു, നീ ക്രിസ്തുവാണ്. തന്നെക്കുറിച്ച് ആരോടും പറയരുത് എന്നവൻ അവരോട് കൽപ്പിച്ചു. മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ, പ്രധാന പുരോഹിതന്മാർ, നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും 3 ദിവസങ്ങൾക്ക് ശേഷം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന് അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. അവൻ ഇക്കാര്യം തുറന്നു പറഞ്ഞു. അപ്പോൾ പത്രോസ് അവനെ മാറ്റി നിർത്തിക്കൊണ്ട് തടസ്സം പറയാൻ തുടങ്ങി. യേശു പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ ശിഷ്യന്മാർ നിൽക്കുന്നത് കണ്ട് പത്രോസിനെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു, സാത്താനെ, നീ എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ. നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. അവൻ ശിഷ്യന്മാരോടൊപ്പം ജനക്കൂട്ടത്തെയും തൻ്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തി അവരോട് പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. ആരെങ്കിലും എനിക്ക് വേണ്ടിയോ സുവിശേഷത്തിന് വേണ്ടിയോ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അതിനെ രക്ഷിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വായനകളുടെ വെളിച്ചത്തിൽ നാം ധ്യാനിക്കേണ്ടതും ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടതും അനുദിനം ജീവിക്കേണ്ടതുമായിട്ടുള്ള ത്രിമൂർത്തികളെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഈ ത്രിമൂർത്തികളിൽ ഒന്നാമത്തേതാണ് ദൈവത്തെ അറിയുക അഥവാ അനുഭവിക്കുക. ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞാൽ അതിന് ആഴമായ അർത്ഥമുണ്ട്. നമ്മൾ ആരുടെയെങ്കിലും പേരറിയുന്നത് പോലെയോ വീട്ടിലേക്ക് പോകാനുള്ള വഴി അറിയുന്നത് പോലെയല്ല ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞാൽ. ദൈവാനുഭവം, വ്യക്തിപരമായ ദൈവാനുഭവം. ത്രിമൂർത്തികളിൽ രണ്ടാമത്തെ കാര്യമാണ് അറിഞ്ഞ ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളത്. മൂന്നാമത്തെ കാര്യമാണ് സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ത്യാഗമെടുക്കാൻ, സഹനമെടുക്കാൻ നമ്മൾ തയ്യാറാവുക. നമുക്കറിയാം, വ്യാകുല മാതാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ 7 വ്യാകുലങ്ങൾ ഏറ്റെടുത്ത സഹിച്ച ഒരു വ്യക്തിയാണ് വ്യാകുല മാതാവ്. മാതാവ് എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? പലരും ചോദിക്കുന്നൊരു ചോദ്യം, ഞാൻ പ്രാർത്ഥിച്ചതാണല്ലോ, ഞങ്ങളുടെ കുടുംബം മുഴുവൻ പള്ളിയിൽ പോക്കും ചാരിറ്റി പ്രവർത്തനങ്ങളും എല്ലാം ഉണ്ടായിരുന്നാണല്ലോ, എന്നിട്ട് എന്തുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ഒരാൾ കോവിഡ് വന്ന് മരിച്ചു? എന്നിട്ട് എന്തുകൊണ്ട് ഞങ്ങളിൽ ഒരാൾക്ക് ഇങ്ങനെ സംഭവിച്ചു? ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. എന്നാൽ നമുക്ക് വേണമെങ്കിൽ ഈ രീതിയിലും ചിന്തിക്കാൻ പറ്റും, മാതാവ് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് 7 വ്യാകുലവാള് മാതാവ് സഹിച്ചത് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെയൊക്കെ പൊട്ടും പൊടിയൊക്കെ ഉള്ള നമ്മുടെ ജീവിതത്തിൽ വരാറുള്ളത്. എന്നിട്ടും നമ്മളിലൊക്കെ ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കുന്നത് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചത്? എൻ്റെ അത്രയും പോലും പ്രാർത്ഥനയും നന്മയില്ലാത്തവർക്ക് കുഴപ്പമൊന്നുമില്ല. യേശു എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? അവനെ കണ്ടാൽ തിരിച്ചറിയത്ത് പോലും ഇല്ലായിരുന്നു അവസാനമായപ്പോൾ. അതുപോലെ അവനെ പ്രഹരിച്ച് മുറിവേൽക്കാത്ത സ്ഥലമില്ലായിരുന്നു. ഇനി യേശു എന്ത് പാപം ചെയ്തിട്ടാ, എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ കടപ്പെട്ടവരാണ് ദൈവമക്കൾ. അതല്ലാതെ അത്യാവശ്യം ഒരു പള്ളിയിൽ പോക്കോ അത്യാവശ്യത്തിന് കുടുംബ പ്രാർത്ഥനയുണ്ടെന്ന്
പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പോരെ നമുക്ക്. ഹെബ്രായ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ ആദ്യ വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, പ്രഥമ പാഠം പിന്നിട്ട് പക്വതയിലേക്ക് വളരണം. നേഴ്സറി ലെവലിൽ നമ്മൾ ജനിച്ചപ്പം മുതൽ മരണം വരെ ഇരുന്ന് പഠിച്ചാൽ പോരാ, നമുക്ക് അവിടെ നിന്നും ഉയരാൻ പറ്റണം, വളരാൻ പറ്റണം എന്നുള്ളത് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. അങ്ങനെ വളർച്ച ലക്ഷ്യമാക്കിയവർക്ക് മാത്രം അവരുടെ ജീവിതത്തിൽ നിറവേറാൻ പറ്റുന്ന കാര്യമാണ് ഈ ത്രിമൂർത്തികളെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് അനുദിനം അത് ജീവിക്കുക എന്നുള്ളത്. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കേട്ട ഒരു കാര്യമുണ്ട്, സഹനം. ഞാൻ എൻ്റെ പുറം, താടിമീശ ഇതെല്ലാം എൻ്റെ ശത്രുക്കൾക്ക് കൊടുത്തു, അവരെന്നെ അതുപോലെ പീഡിപ്പിച്ചു. യേശുവിനുണ്ടായ സഹനങ്ങളെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ പ്രവചിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പറയുന്നുണ്ട്, സഹനങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ കാണേണ്ടതാണ്. നമുക്ക് കാണാൻ സാധിക്കും, ജിയാന്ന ബെറേറ്റ ഒരു വിശുദ്ധയാണ്, വിശുദ്ധ ജിയാന്ന ബെറേറ്റ. അവർ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്, നമുക്ക് എല്ലാവർക്കും ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്, സൂര്യനും പ്രകാശവും തമ്മിലുള്ള ബന്ധം. നമുക്കറിയാമല്ലോ, സൂര്യൻ ഉദിക്കാതിരുന്നാൽ അതിൻ്റെ പ്രകാശം നമുക്ക് കിട്ടത്തില്ല. വിശുദ്ധ പാദ്രെ പിയോ അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, എനിക്ക് സൂര്യൻ ഉദിക്കാത്ത ദിവസത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും, പക്ഷേ വിശുദ്ധ കുർബാനയില്ലാത്തൊരു ദിവസത്തെക്കുറിച്ച് ചിന്തിക്കാനേ പറ്റില്ലെന്ന്. വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം മനസ്സിലാക്കിയ വിശുദ്ധൻ വിളിച്ചു പറഞ്ഞതാണ്, സൂര്യൻ ഉദിച്ചില്ലെങ്കിൽ സൂര്യൻ ഉദിച്ചില്ലെന്നേ ഉള്ളൂ, വെട്ടം കാണാൻ പറ്റിയാലെന്നല്ല ഉള്ളൂ, ഇരുട്ടായിരിക്കും എന്നല്ല ഉള്ളൂ, പക്ഷേ വിശുദ്ധ കുർബാനയില്ലാത്ത ഒരു ദിവസത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അത് നമ്മുടെ ക്രിസ്ത്യാനികളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു ഇരുട്ടിനെക്കുറിച്ച് എനിക്ക് അത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല എന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ക്രിസ്തീയ ജീവിതമാണ് നയിക്കാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഒന്ന് ദൈവത്തെ അറിഞ്ഞവരായിട്ടും അനുഭവിച്ചവരായിട്ടും നമ്മൾ മാറണം. 1 യോഹന്നാൻ 4-ാം അധ്യായം 8-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. 1 യോഹന്നാൻ 4:8 പറഞ്ഞിരിക്കുന്നത്, സ്നേഹിക്കാത്തവർ ദൈവത്തെ അറിയാത്തവരാണ്. എല്ലാവരുടെയും തലയെ പഴിചാരി ജീവിക്കുന്നവരാണെങ്കിൽ ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു. ഞാൻ സ്നേഹിക്കാത്തത് എൻ്റെ ഭാര്യയുടെ സ്വഭാവം നിങ്ങൾക്കൊന്നും അറിയാൻ മേലാത്തതുകൊണ്ടാണ്, എൻ്റെ ഭർത്താവിൻ്റെ ജീവിതശൈലി നിങ്ങൾക്കൊന്നും അറിയാൻ മേലാത്തതുകൊണ്ടാണ്, എൻ്റെ മക്കളുടെയൊക്കെ പോക്ക് നിങ്ങൾ കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ്. ഇങ്ങനെ എന്തെല്ലാം ന്യായീകരണങ്ങൾ പറയുന്നത്. ഞാൻ സ്നേഹിക്കാത്തതിന് കാരണം, ശരിക്കുള്ള കാരണം ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, നീ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവത്തെ അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ സ്നേഹത്തിൽ നീ വളരാതിരിക്കുന്നത്, ആ സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ നീ ചെയ്യാതിരിക്കുന്നത്. മറ്റാരുമല്ല അതിന് കാരണം, ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയാതിരിക്കുന്നതുകൊണ്ട്. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, നമുക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിവ് എന്താണെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സുഭാഷിതങ്ങൾ 9:10 എടുത്താൽ മതി. അവിടെ പറഞ്ഞിരിക്കുന്നത്, പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ്. അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ഉസ്താദാണെന്ന് പറഞ്ഞാലും പരിശുദ്ധനായവനെ അറിയുന്ന വ്യക്തിയല്ലേ, ബേസിക് അറിവ് ഇല്ലാത്ത വ്യക്തിയാണ്. അങ്ങനെ വേണം നമ്മൾ ചിന്തിക്കാൻ. ഒരു ബേസിക് നോളജ്, അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യേശുവിനെ അറിയുക, പരിശുദ്ധനായവനെ അറിയുക. നമ്മുടെയൊക്കെ പ്രാർത്ഥനയും നമ്മുടെയൊക്കെ പ്രയത്നവും അതിനുവേണ്ടി ആയിരിക്കണം 1-ാം സ്ഥാനത്ത് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. ഈ അറിവ് നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റം ചെറുതൊന്നുമല്ല. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം വായിച്ചാൽ അത് കാണാൻ പറ്റും. ഫിലിപ്പിയർ 3-ാം അധ്യായം അതിൻ്റെ 8-9 വചനങ്ങൾ എടുത്താൽ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, യേശുവിനെക്കുറിച്ചുള്ള അറിവ് എനിക്കുണ്ടായി. ആര് പറഞ്ഞ? പൗലോസ് പറഞ്ഞ. എനിക്ക് യേശുവിനെ അറിയാൻ പറ്റി, അറിവെനിക്ക് ലഭിച്ചത് കൊണ്ട് ബാക്കിയെല്ലാം ഞാൻ ഉച്ഛിഷ്ടം പോലെ കണക്കാക്കുന്നു. ഈ അറിവില്ലാതെ ഒരാളോട് ലോകം ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന വിലപിടിപ്പുള്ള കാര്യങ്ങൾ ദൈവത്തിൻ്റെ കണ്ണുകളിൽ ഉച്ഛിഷ്ടമാണെന്ന് പറഞ്ഞാലും തലയ്ക്കകത്തോട്ട് കയറത്തില്ല. ദൈവത്തെ അറിയാത്ത ഒരു വ്യക്തിയെ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നോക്കിയാൽ നടക്കത്തില്ല. പക്ഷേ ദൈവത്തെ അറിഞ്ഞ ഒരു വ്യക്തിയുടെ പുറകെ
വാളും വടിയൊക്കെ ആയിട്ട് നടക്കേണ്ട ഒരു കാര്യമില്ല. ദൈവത്തെ അറിഞ്ഞവൻ ദൈവത്തെ അനുസരിക്കും. യോഹന്നാന്റെ സുവിശേഷം 14:15 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കത്തുള്ളൂ. ആ കൽപ്പനകൾ ലംഘിക്കുന്നതിലല്ല അവരുടെ സന്തോഷം, ആ കൽപ്പനകൾ പാലിക്കുന്നതിലാണ് അവരുടെ ആനന്ദം. സങ്കീർത്തനം 119 ബൈബിളിലെ ഏറ്റവും നീണ്ട അധ്യായമാണ്. അവിടെ എടുത്തെടുത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ കർത്താവിൻ്റെ വചനങ്ങളാണ് എനിക്ക് ആനന്ദം, എൻ്റെ കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നതാണ് എനിക്ക് ആനന്ദം. ഇതാണ് ക്രിസ്ത്യാനി സുഹൃതജപം പോലെ അവരുടെ ജീവിതത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. ഇനി അതിന് വിളിക്കപ്പെട്ടിരിക്കുന്ന ക്രിസ്ത്യാനികൾ ഇന്ന് ബോധപൂർവം കർത്താവിൻ്റെ കൽപ്പനകൾ ലംഘിച്ച് അതിൽ സന്തോഷിക്കുന്നവരും അതിൽ അഭിമാനം കാണിക്കുന്നവരെയും കാണാൻ സാധിക്കും. അതല്ല ഒരു ക്രിസ്ത്യാനിക്ക് ഭൂഷണമാകുന്നത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ബൈബിളിലൂടെ കടന്നു പോയാൽ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിലൂടെ കടന്നു പോയാൽ നമുക്ക് കാണാൻ സാധിക്കും, പിതാവായ ദൈവം തുടങ്ങി പീലാത്തോസിൻ്റെ ഭാര്യ വരെ യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നത് കാണാൻ പറ്റും. അവരുടെ അനുഭവം പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവർ യേശുവിനെക്കുറിച്ച് പറയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. ഈ അറിവ് നമ്മൾ സമ്പാദിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അത് വലിയ ഒരു മാറ്റം വരുത്തിയിരിക്കും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട കാര്യമാണ്. ലൂക്കാ 3:21 മുതൽ വായിക്കുമ്പോൾ, പിതാവായ ദൈവം യേശുവിനെക്കുറിച്ച് പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. യേശു തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞിരിക്കുന്നത് യോഹന്നാൻ 4:25 വായിക്കുമ്പോൾ അവിടെ കാണാൻ പറ്റും. അവിടെ പറയപ്പെട്ടിരിക്കുന്നൊരു കാര്യമുണ്ട്, മിശിഹ ക്രിസ്തു, മിശിഹ ക്രിസ്തു. അതാണ് യോഹന്നാൻ 4:25 നമ്മൾ കാണുക. ക്രിസ്തുവിന് നൽകപ്പെട്ടിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട വചനങ്ങളാണ്. ഒന്ന് മിശിഹ, അഭിഷിക്തൻ, ദി അനോയിൻറ്റഡ് വൺ. രണ്ടാമത്തെ പദമാണ് ക്രിസ്തു എന്ന് പറഞ്ഞാൽ രക്ഷിക്കുന്ന ദൈവം. ഇതാണ് യേശുവിന് കൊടുത്തിരിക്കുന്ന പദം. യേശു തന്നെ വിളിച്ചു പറഞ്ഞൊരു കാര്യം സമറിയാക്കാരോട് പറഞ്ഞാണ്, നിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ വ്യക്തി നീ ഇപ്പം പറഞ്ഞ ആ വ്യക്തിയാണ് മിശിഹ ക്രിസ്തു. അവളത് വിശ്വസിച്ചു, അവൾ രക്ഷപ്രാപിച്ചു. പിന്നീട് അവൾ സുവിശേഷ പ്രഘോഷണം നടത്തുന്നത് കാണാൻ പറ്റും. ഇത് പല ധ്യാനങ്ങൾ കഴിഞ്ഞിട്ടും ഒരു സുവിശേഷ വേല ഇല്ലാതിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇവള് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയത്, അവൾ കോരിയ വെള്ളവും കോരാൻ കൊണ്ടുവന്ന പാടയും കയറും എല്ലാം അവിടെ ഇട്ടിട്ട് ഓടുന്നത് കാണാൻ പറ്റും. ഞാനൊരാളെ അറിഞ്ഞു, എനിക്ക് ആളെ മറ്റുള്ളവരെ അറിയിക്കണം എന്ന് പറഞ്ഞുള്ള തീഷ്ണതയോടെ അവൾ ഓടി പ്രവർത്തിക്കുന്ന ഒരു മിഷണറിയായി മാറിയത് നമുക്ക് കാണാൻ പറ്റും ഈ വചനഭാഗത്ത്. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, സ്നാപക യോഹന്നാൻ വിളിച്ചു പറഞ്ഞ എന്താണ്? ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവസേന നമ്മൾ ലത്തീൻ റീത്തിലുള്ള കുർബാനയെ അർപ്പിക്കുമ്പോൾ അവിടെ പറയപ്പെടുന്നൊരു കാര്യമാണ് സ്നാപക യോഹന്നാൻ അന്ന് വിളിച്ചു പറഞ്ഞത്, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് നമ്മുടെ ഈ തേയ്മാനം മാറ്റാനും ശരീരത്തിന് കുറച്ച് രോഗങ്ങൾ സുഖപ്പെടുത്തി നമുക്ക് എളുപ്പജീവിതം നൽകാനുമാണ് എന്ന ചിന്ത നമ്മൾ അങ്ങോട്ട് മാറ്റിവെക്കണം. എന്നിട്ട് ഈ യേശുവിനെ അറിയേണ്ടതുപോലെ അറിയണം, പഠിക്കേണ്ടതുപോലെ പഠിക്കണം, എന്നിട്ട് അത് ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം. യേശു ഈ ലോകത്തിലേക്ക് വന്നത് ഒന്നാമതായിട്ട് നമ്മുടെ പാപത്തിൽ നിന്നും നമ്മളെ മോചിപ്പിക്കാൻ വേണ്ടിയാണ്. 1 തീമോത്തി 1:15 എടുക്കുമ്പോൾ ഈ പ്രസ്താവം തികച്ചും വിശ്വസനീയവും സ്വീകാര്യവുമാണ്. എന്തായിരുന്നു ആ പ്രസ്താവം? ദൈവം പ്രസ്താവിച്ച കാര്യം, അവൻ ഈ ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്ന പ്രസ്താവം. പറയുന്നുണ്ട്, ഇക്കാര്യം വിട്ടിട്ടല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും യേശുവിനെ സമീപിക്കേണ്ടതും യേശുവിൻ്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്ത് നടക്കേണ്ടതും എന്ന യാഥാർത്ഥ്യം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഇതുപോലെ മുമ്പോട്ട് പോയാൽ 27-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, വിജാതീയർ പോലും യേശുവിനെ അറിഞ്ഞ് ആ യേശുവിനെ പ്രഘോഷിക്കുന്നത് കാണാൻ പറ്റും. പീലാത്തോസിൻ്റെ ഭാര്യ പറഞ്ഞെന്താ? 19-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, 19-ാമത്തെ വചനം, 27-ാം അധ്യായം മത്തായിയുടെ സുവിശേഷം. അവിടെ നമ്മൾ കാണുകയാണ്, പീലാത്തോസിനൊരു കുറിപ്പടി കൊടുത്തു വിട്ടു പീലാത്തോസിൻ്റെ ഭാര്യ, നീതിമാനായ ആ മനുഷ്യൻ്റെ കാര്യത്തിൽ നീ ഇടപെട്ടേക്കരുതെന്ന്. എന്ന് പറഞ്ഞാൽ പീലാത്തോസിൻ്റെ ഭാര്യ പോലും മനസ്സിലാക്കി യേശു ആരാണെന്ന്.
നമ്മൾ കത്തോലിക്ക പാരമ്പര്യം പറഞ്ഞു നടന്നിട്ട് ഈ യേശു ആരാണെന്ന് നമുക്കിതുവരെ പഠിക്കാൻ പറ്റിയിട്ടില്ല, അതനുസരിച്ച് ജീവിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്ത് പരിതാപകരം. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് 54-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ, മത്തായി 27-ന്റെ 54-ാമത്തെ വചനം. ഒരു കർത്താവിൻ്റെ നെഞ്ചിൽ കുത്തിയ ഒരു പടയാളിയുണ്ട്. ആ പടയാളി വിളിച്ചു പറഞ്ഞ ഒരു കാര്യം അവിടെ കൊടുത്തിട്ടുണ്ട്: സത്യമായും ഇവൻ ദൈവപുത്രനാണ്. ആ പടയാളിയുടെ ജീവിതം മാറി. അവൻ പിന്നീട് ശേഷിച്ച ജീവിതം മക്കതോണിയായി പോയി, മക്കതോണിയല്ല, കപ്പഡോച്ചയായി പോയി അവിടെ സുവിശേഷ വേല ചെയ്ത ഒരു വ്യക്തിയായിട്ട് മാറി. അപ്പം അറിവുണ്ട്, പ്രിയപ്പെട്ടവരെ, യേശുവിനെ അറിഞ്ഞാൽ ജീവിതം മാറും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെയാണ് കേസറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ യേശു ശിഷ്യന്മാരോട് ഈ ചോദ്യം ചോദിച്ചു: നിങ്ങൾ എൻ്റെ പുറകെ ബാഗും പിടിച്ച് നടന്നാൽ പോരാ. നിങ്ങൾ ഞാൻ പറയുന്നതൊക്കെ ഇങ്ങനെയൊന്ന് കേട്ട് പോയാൽ പോരാ. ഞാൻ പറയുമ്പോഴേ അപ്പം കൊണ്ടുവന്നാൽ പോരാ. ഞാൻ പറയുന്നത് പോലെ ആ അപ്പം മറ്റുള്ളവർക്ക് വിളമ്പിക്കൊടുത്താൽ പോരാ. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നീ എന്താണ് എന്നെക്കുറിച്ച് പറയണത്? ഞാൻ ആരെന്നാണ് നീ പറയുന്നത്? ഹു ഡു യു സേ സൺ ഓഫ് മാൻ ഈസ്? ഈ ചോദ്യം വ്യക്തിപരമായിട്ട് ദൈവം നമ്മളോട് ചോദിക്കാതിരിക്കില്ല. മരിക്കുന്നതിന് മുമ്പ് എന്നെങ്കിലും ഈ ചോദ്യത്തിന് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു ഉത്തരം കൊടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് ക്രിസ്തീയ ജീവിതം. ഇനി അത് ജീവിക്കാതെ വേറെ എന്തെല്ലാം ഞാൻ ഈ ഭൂമിയിൽ ചെയ്തു, എന്തെല്ലാം ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ചെന്നാൽ വിധി ദിവസം അതിനൊന്നും പ്രസക്തിയില്ല. വിധി ദിവസം ഏറ്റവും പ്രസക്തിയുള്ള ഒരു കാര്യം ഇതാണ്: ഞാൻ ആരെന്നാണ് നീ പറയണത്? ശരിയായ ഉത്തരം നിനക്കതിന് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതുവരെ അതിനൊരു ഉത്തരം കൊടുക്കാവുന്ന ആധ്യാത്മികതയിലേക്ക് നമ്മൾ ഉയർന്നിട്ടില്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊക്കെ അങ്ങ് മാറ്റിവെച്ചിട്ട് ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകാം. ഇന്നത്തെ 2-ാം വായനയിൽ നമ്മൾ കേട്ടൊരു കാര്യമാണ്, നമ്മൾ കുറേ വിശ്വാസ പ്രമാണം ചൊല്ലലും ഇതൊക്കെ ആയിട്ട് നടന്നാൽ പോരാ, വിശ്വാസത്തോടൊപ്പം പ്രവൃത്തി ഉണ്ടാകണം. അതാണ് സ്നേഹം. സ്നേഹത്തിൻ്റെ പ്രവൃത്തി, വർക്ക്സ് ഓഫ് ചാരിറ്റി, അത് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറണം എന്നുള്ളത് ദൈവം നമ്മെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമാണ്. യാക്കോബ് 2:17 പറഞ്ഞിരിക്കുന്ന എന്താ? പ്രവൃത്തിയില്ലാത്ത വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. 1 യോഹന്നാൻ 3:18 വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന കാര്യം എന്താണ്? മക്കളെ, നിങ്ങൾ സ്നേഹിക്കേണ്ടത് പ്രവൃത്തിയിലും സത്യത്തിലുമാണ്. വാക്കുകൊണ്ടല്ല, സംസാരം കൊണ്ടല്ല, പ്രവൃത്തിയിലും സത്യത്തിലും. ഈ 3 കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് അതനുസരിച്ച് നമ്മുടെ ജീവിതം ഇനിയെങ്കിലും ജീവിച്ചാൽ സ്വർഗത്തിൽ പോകാനുള്ള സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ഇന്ന് വരെ എന്ത് സംഭവിച്ചു എന്നതിനേക്കാൾ ഇനി മുമ്പോട്ട് നമ്മളെങ്ങനെ ജീവിക്കും, അതാണ് ദൈവം നോക്കുന്നത്. അതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മുടെ അവസാന വിധി നടക്കുക എന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ മുന്നേറുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഈ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.